ഹലോ ഹായ് നമസ്കാരം. പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിഭവമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. കമോൺ. അപ്പോൾ ഞാനിവിടെ 2 കിലോ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്ലറ പാങ്ങോടുള്ള ഒരു ഫാമായിരുന്നു. അപ്പോൾ ആ ഫാമിൽ പോയാണ് വാങ്ങിച്ചത്. ഒരുമിച്ച് കുറച്ചധികം കിട്ടിയപ്പോൾ ഞാൻ കരുതി കുറച്ചെടുത്ത് ജാം ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ അതിലൊരു 3 ഡ്രാഗൺ എടുത്ത് ഞങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്ത് ഡ്രാഗൺ കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. നല്ല റെഡ് കളറായതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ആ കളറ് പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ ഡ്രാഗനും ഞാൻ ഓരോ വെറൈറ്റി ആയിട്ടാണ് കട്ട് ചെയ്തത്. നമ്മളെ വീട്ടിലും ഡ്രാഗൺ ഉണ്ടായിരുന്നു, എന്നാൽ ജാം ഉണ്ടാക്കാനായിട്ടുള്ള അത്രത്തോളമുള്ള ഇതില്ലായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കഷ്ണം ഞാൻ പറക്കി തിന്ന് പകുതിയായി. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റമൊക്കെ വീട്ടിൽ കട്ട് ചെയ്യാതിരുന്ന പകുതിയും തിന്ന് തീർക്കാണ് ആ പതിവ്. ഇനി നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് കിടക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇത് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ കുരുവും കൂടെ അരഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ജാം കഴിക്കുമ്പം ആ ഒരു കുരുവും കൂടെ കടിക്കാനായിട്ട് കിട്ടണം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും. ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ആ ഷുഗർ ചേർത്ത് കുഴച്ച് കഴിയുമ്പോൾ തന്നെ ആ ഷുഗർ ഒന്ന് അലിഞ്ഞ് നല്ല ലൂസാവും. പിന്നെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഡ്രാഗൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ പാനിൽ നിന്ന് വിട്ട് മാറുന്ന ഒരു പരുവാണ് ആ ജാം ഇറക്കേണ്ട സമയം. അതായത് പാത്രത്തിലൊന്നും പറ്റി പിടിക്കാതെ നന്നായിട്ട് വിട്ട് മാറണം. ഈ ഒരു സമയത്ത് നമ്മൾ ഇനി ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി നാരങ്ങ, ഞാനിവിടെ എടുത്തൊരു വലിയ നാരങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അരമുറി നാരങ്ങയുടെ പകുതി മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നാരങ്ങ നിങ്ങൾ ചെറുതാണെങ്കിൽ അരമുറി നാരങ്ങ ഒഴിക്കാം. നാരങ്ങയും കൂടെ ഒഴിച്ച് നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ആ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാം. അപ്പം ഞാനിവിടെ മുമ്പ് ജാം വാങ്ങിച്ച് ഒഴിഞ്ഞ ഒരു കുപ്പി ഉണ്ടായിരുന്നു, ആ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നേരം കഷ്ടപ്പെട്ടല്ലേ, അങ്ങനെ ഞാൻ തന്നെ ആദ്യമായിട്ടൊന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ കുപ്പിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഞാൻ കുറച്ചങ്ങ് കഴിച്ചു. ആഹാ, അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ.